ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളുമുള്ള അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ പനിക്കൂർക്കയാണ്. കുട്ടികൾക്ക് പനിക്കും ചുമയ്ക്കും ജലദോഷത്തിനൊക്കെ കൊടുക്കുന്ന നമ്മുടെ പനിക്കൂർക്ക. അപ്പം നമ്മുടെ ഏരിയയിൽ ഇതിനെ ഞവരയില എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി എല്ലായിടത്തും എല്ലാവരും പനിക്കൂർക്ക എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു പനിക്കും ജലദോഷത്തിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാകും. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും എല്ലാ അസുഖത്തിനും ബെസ്റ്റായിട്ടുള്ളൊരു ഇലയാണ്. അപ്പം ഞാൻ എൻ്റെ മോന് ചുമയും പനിയൊക്കെ വരുമ്പോൾ മറ്റു മരുന്നുകൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആദ്യം കൊടുക്കുന്ന ഒരു ഔഷധ മരുന്നാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നതാണ് കൂടുതൽ, പെട്ടെന്ന് മാറുകയും ചെയ്യും. കുറച്ച് അധികം കൊടുത്താലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുഴുവനായിട്ട് അസുഖം മാറിക്കിട്ടും. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അതിൻ്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നട്ടു, പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പട്ടുപോയി. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചപ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് ഞവരയില കൊണ്ടുവരാനാണ്. കുറച്ച് നടയും ചെയ്യാൻ, കുറച്ച് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് നമുക്ക് ആവശ്യമില്ലാതെ വെറുതെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലും റീസ്റ്റോർ ചെയ്യണം എന്നുള്ളതായിരുന്നു പിന്നീട് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ ആ നല്ല ഇല മാത്രം എടുത്തിട്ട് ബാക്കി ചീത്ത ഇല, കേടായിപ്പോയ ഇല കളഞ്ഞു. കാരണം കൊടുത്തു വിട്ടപ്പോൾ അത് കുറച്ചൊക്കെ അഴുകിപ്പോയിരുന്നു. അപ്പോൾ ബാക്കി കുറച്ച് നടുകയും ചെയ്തു. അപ്പോൾ നന്നായിട്ടത് കഴുകിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ ജലദോഷം ചുമയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഇത് നന്നായിട്ട് വാട്ടിയിട്ട് അതിൻ്റെ നീരും തേനും കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ജലദോഷം ചുമയൊക്കെ വരുന്ന കുട്ടികൾക്ക് രാവിലെ ഒരു മാസം രാവിലെ ഇതേ സെയിം തന്നെ നീരും തേനും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് രാവിലെ കൊടുക്കുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം മാറും. പിന്നെ ഈ തൊണ്ടവേദന, ചുമയൊക്കെ വരുന്ന വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇതിൻ്റെ നീരും കൽക്കണ്ടും കൂടെ ഇട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉപ്പുവെള്ളത്തിൻ്റെ കൂടെ ഇതിൻ്റെ നീരും കൂടെ ഇട്ടിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യുമ്പോഴത്തേക്കും അതും നല്ലൊരു ബെസ്റ്റ് റെമഡിയാണ്. പിന്നെ മൂക്കടപ്പ് മാറുന്നതിനായിട്ട് ഇതിൻ്റെ ഇല ഇടയ്ക്കിടയ്ക്ക് മണപ്പിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊള്ളുമ്പോഴത്തേക്കും നമുക്ക് മൂക്കടപ്പൊക്കെ മാറാൻ നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഇത് മൊത്തത്തോടെ ഒരു നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 3-4 ദിവസം ഉണക്കി. അപ്പോൾ ഈ ഒരു വിധത്തിൽ നന്നായിട്ട് ഉണക്കിയെടുത്തു. എന്നിട്ടൊരു കുപ്പിയിലോട്ട് മാറ്റി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ആവശ്യാനുസരണം എടുത്താൽ മതിയല്ലോ. ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആക്കി വെക്കുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് ഡയറക്റ്റ് നമ്മുടെ വെള്ളത്തിലിടുമ്പോഴത്തേക്കും അത് പിന്നെ അരിച്ചെടുക്കണം. അപ്പോൾ ഒരു കുഞ്ഞു തുണിയിൽ കെട്ടിയിട്ട് തിളപ്പിച്ചാൽ കൂടുതൽ കുടിക്കാൻ നല്ലതായിരിക്കും. മറ്റത് അതിൻ്റെ തരി കിടക്കും, നമുക്ക് അരിച്ചെടുക്കേണ്ടി വരും. പിന്നെ കുട്ടികൾക്ക് ഈ ചൊറിച്ചിൽ അങ്ങനത്തെ എന്തെങ്കിലും അടയാളങ്ങളൊക്കെ മാറാനായിട്ട് ഇതിൻ്റെ വെള്ളം, അതായത് ഈ പൊടിച്ചതിനേക്കാൾ നല്ലത് ഇലയാണ്. ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും തിളപ്പിച്ചിട്ട് കുളിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് കരുതുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ നൽകി അസുഖം പെട്ടെന്ന് കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം കുറേ നാളത്തേക്കെങ്കിലും വരാത്ത വിധം മൂടോടെ അസുഖം മാറ്റിയെടുക്കാനായിട്ട് ഇത്തരം ഔഷധങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബായ്.